ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ 1000 വർഷം മുമ്പത്തെ നാട്ടിൽ പെട്ടുപോയാൽ പുള്ളിക്ക് കിട്ടാൻ പോകുന്നത് ഫോളോവേഴ്സിനെ അല്ല, നല്ല ഒന്നാം തരം ചൂരൽ കഷായമായിരിക്കും. ആദ്യത്തെ ദിവസം ഇറങ്ങിയ പാടെ പുള്ളി ഫോൺ എടുത്ത് ആക്ഷൻ തുടങ്ങി. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഒരു കിടുക്കാച്ചി തറവാടാണ്. അവിടുത്തെ കാരണവർ വടിയെടുത്ത് ചോദിക്കും, എന്താടാ ഉവേ നീ ഈ കാണിക്കുന്നത്? ആ പിച്ചളപാത്രം മാറ്റിപ്പിടിക്കടാ. പുള്ളി വിടുമോ? അടുത്തത് ഡാൻസ് റീലാണ്. കുളക്കടയിൽ പോയി കുരങ്ങൻ കളിക്കുന്നത് പോലെ പുള്ളി തകർത്താടുമ്പോൾ നാട്ടുകാർ പരസ്പരം പറയും, ഇതാരാ, പുതിയ കോമരനോ അതോ വല്ല പിശാചബാധയും ഉണ്ടോ? പെട്ടെന്ന് പുള്ളി നിലവിളിക്കുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ഫോളോ ചെയ്യണേ. ഫോളോ ചെയ്യാൻ പറഞ്ഞതും 10-15 നാട്ടുകാർ കൈ കിട്ടിയ വടിയുമായി പുള്ളിയുടെ പുറകെ. കപ്പയും കഞ്ഞിയും കുടിക്കുന്നവരുടെ ഇടയിൽ ചെന്ന് പുള്ളി പറയുന്നു, സോ ഗൈസ് ടുഡേ വി ആർ ട്രൈയിങ് സം ഓർഗാനിക് സൂപ്പർ ഫുഡ്. നാട്ടുകാർ പരസ്പരം ഇങ്ങനെ പറയുന്നു, എടാ പണ്ടേ ഞങ്ങൾക്ക് തിന്നാനൊന്നുമില്ല, അതിൻ്റെ ഇടയിലാണ് നിൻ്റെ കയ്യിലുള്ള ഈ കറുത്ത പാത്രം വെച്ച് നമുക്ക് കറി വെക്കാൻ പറ്റുവാടേ. മൂന്നാമത്തെ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ലൈവ് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുന്നിൻ്റെ മുകളിൽ കയറി പുള്ളി അലറുകയാണ്. ഗൈസ് വോയിസ് ക്ലിയർ ആണോ? ലൈക്ക് അടിക്ക്. അത് കേട്ട് അടുത്ത് നിന്ന ഒരു പോത്ത് ഒരു ലൈക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. അവസാനം അവിടുത്തെ നാട്ടുകാർ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ പാടത്ത് കോലമായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പം നല്ല വിളവെടുപ്പുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്.